നമസ്കാരം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. പ്രതിഷേധം അടിച്ചമർത്താൻ പാക് ഭരണകൂടം പ്രദേശത്ത് സൈന്യത്തെ വിന്യസിച്ചിട്ടുമുണ്ട്. പ്രതിഷേധം അടിച്ചമർത്താനുള്ള പാക് ഭരണകൂടത്തിന്റെ നീക്കം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. റാവലക്കോട്ട് ഇന്ത്യയുമായി ലയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് വ്യാപകമായി തന്നെ ഇപ്പോൾ പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. കൊടിയ നികുതി, അതിനോടൊപ്പം തന്നെ ഉയർന്ന വൈദ്യുത ബില്ലുകൾ, അനിയന്ത്രിതമായ പണപ്പെരുപ്പം, അവശ്യ വസ്തുക്കളുടെ കടുത്ത ക്ഷാമം എന്നിവയൊക്കെ കാരണം ഇവിടുത്തെ ജനങ്ങൾ വലയുന്നുണ്ട്. ഭൂമിയുടെയും ജലസ്രോതസ്സുകളുടെയും ഒക്കെ ഉടമസ്ഥ അവകാശം, POK, പാക് അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ അണക്കെട്ടുകൾ ഉത്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിയുടെ മേൽ തദ്ദേശവാസികൾക്ക് റോയൽറ്റി എന്നിവയൊക്കെയാണ് ജനങ്ങളുടെ ഒരു അവകാശം എന്നാണ് പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടുന്നത്. പാക് അധിനിവേശ കശ്മീരിനെ ഭാരതത്തിന്റെ ഭാഗമാക്കാൻ സൈനിക നടപടിയോ പ്രത്യേക പരിശ്രമങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നും പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങളിൽ നിന്നും അധികം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉയരുമെന്നും നേരത്തെ തന്നെ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ഇത്തരത്തിലുള്ള ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് നിലവിൽ അവിടെ വ്യാപകമായി തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.